നമ്മുടെ സംസാരം, നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകൾ, അതിനെ സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. തൗഹീദുണ്ട്, ആദർശം ക്ലിയറാണ്, മക്തൂബത്തായ നിസ്കാരമുണ്ട്, സ്വതക്കാത്തുകളുണ്ട്, ഹജ്ജുകളുണ്ട്, നോമ്പുകൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ്. കഴിവിന്റെ പരമാവധി സാമ്പത്തികമായി ശേഷിയുണ്ടെങ്കിൽ വർഷാവർഷം ഉംറകൾ നിർവഹിക്കുന്നവരാണ്. കഅബാലയത്തിൽ ചെന്ന് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നവരാണ്. ആ പുണ്യം ആവോളം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതൊക്കെ ചെയ്തിട്ടും ഇതിനെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന, നശിപ്പിച്ചു കളയുന്ന, നിഷ്ഫലമാക്കാൻ കഴിയുന്ന വാക്കുകൾ, സംസാരങ്ങൾ നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടോ? ഹജ്ജിന് പോകുമ്പോൾ ചില ആളുകൾ പറയും, ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഹജ്ജിന് പോവുകയാണ്, പൊറുക്കണം കേട്ടോ. അപ്പുറത്ത് നിൽക്കുന്ന ആള് പറയാൻ, നീ ഹജ്ജല്ല, അതിനപ്പുറം എന്തു ചെയ്തിട്ടും കാര്യമില്ല. കാരണം നിന്റെ നാവിലൂടെ നീ അന്ന് പറഞ്ഞ സംസാരം, അന്ന് പറഞ്ഞ വാക്ക്, പ്രിയപ്പെട്ട സഹോദര, എന്റെ മനസ്സിനെയാണ് കീറി മുറിച്ചത്, എന്റെ മനസ്സിനെയാണ് വേദനിപ്പിച്ചത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞാൽ, ആ ഹജ്ജ് കൊണ്ട്, ആ ഉംറ കൊണ്ട്, ആ സ്വതക്കാത്തുകൾ കൊണ്ട്, ആ നോമ്പുകൾ കൊണ്ട്, ആ നിസ്കാരങ്ങൾ കൊണ്ട്, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട വിശ്വാസി, എന്ത് ഗുണം, എന്ത് നേട്ടം എനിക്കും നിങ്ങൾക്കും പരലോകത്തുണ്ട്. ദുനിയാവിൽ ആളുകൾ കാണും, ഓ നല്ല ഹജ്ജ് ചെയ്ത മനുഷ്യൻ, നല്ല ഉംറ ചെയ്ത മനുഷ്യൻ, കണ്ടോ കോടികളാണ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവാക്കുന്നത്, നല്ല ആദർശമുള്ള, നല്ല ഈമാനുള്ള മനുഷ്യൻ. പക്ഷേ നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, എന്റെയും നിങ്ങളുടെയും ജീവനാടിയേക്കാൾ, കണ്ടനാടിയേക്കാൾ നമ്മളുമായി അടുത്തു നിൽക്കുന്ന റബ്ബിനറിയാം നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വന്ന വാക്കുകൾ കൊണ്ട്, സംസാരങ്ങൾ കൊണ്ട് ഏതൊക്കെ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന്. വലയ്യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. പ്രിയപ്പെട്ട മനുഷ്യരെ, ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അല്ലാഹു ഒരു മൈന്യൂട്ടായ സെക്കൻഡ് പോലും നീട്ടിക്കൊടുക്കുകയില്ല. അതുകൊണ്ട് ആ അവധി നമ്മുടെ ജീവിതത്തിൽ വന്നെത്തുന്നതിന് മുമ്പ് നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ഏതെങ്കിലും നിലക്കുള്ള ഇടപെടലുകൾ കൊണ്ട് ആരുടെയെങ്കിലും മനസ്സിനെ വേദനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നൊമ്പരപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആ വാക്കുകൾ കേട്ടതിന്റെ പേരിൽ ജീവിതകാലം മുഴുവനും അവർ കരയുന്നുണ്ടെങ്കിൽ, മനസ്സ് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, പിന്നീട് ഞാനും നിങ്ങളും എന്ത് നന്മ ചെയ്തിട്ടും എന്താ കാര്യം? പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വരികളായി ഇപ്രകാരം രേഖപ്പെടുത്തുകയാ, ഇഹ്ഫദ് ലിസാനക് അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം കേട്ടോ. ലാ യൽദഅന്നക ഇന്നഹു തുബാൻ, ആ നാവ് നിന്നെ കടിക്കാതിരിക്കട്ടെ, കാരണം ഇന്നഹു തുബാൻ, അത് കഠിനമായ, മാരകമായ, കൊടും വിഷമുള്ള പാമ്പാണ്, സർപ്പമാണ്. കംഫിൽ മഖാബിരി മിൻ ഖതീലി ലിസാനിഹി, മനുഷ്യ, നിന്റെ സംസാരത്തിലൂടെ പുറത്തേക്ക് വന്ന വാക്കുകൾ കാരണമായി എത്ര മനുഷ്യരാണ് ഇന്ന് കബറാളികളായി മാറിയത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മനുഷ്യനിൽ നിന്നും അവിചാരിതമായി പുറത്തേക്ക് വരുന്നൊരു സംസാരം കൊണ്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയ ആളുകളില്ലേ? ഇമാം ശാഫിഈ റഹിമഹുല്ലാ പറയാണ്, നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വന്ന വാക്കുകൾ കേട്ട് അതിന്റെ വേദനകൾ കൊണ്ട് എത്രയോ ആളുകൾ ഇന്ന് മഖബറുകളിൽ കബറാളികളായി മാറിയിട്ടുണ്ട്. കാനത്ത് തഹാബു ലിഖാഹു ശജആൻ, ലോകത്ത് അതിശക്തരായ, സ്ട്രോങ് ആയിട്ടുള്ള എത്ര ആളുകളാണ് ആ നാവിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകളെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്ന്. ഒരു വാക്കുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സന്തോഷത്തെ എല്ലാത്തിനും നശിപ്പിക്കാൻ സഹോദരങ്ങളെ സാധിക്കുകയില്ലേ? അതുകൊണ്ട് നമ്മുടെ വാക്കിലൂടെ ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം സഹോദരങ്ങളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ നാവിലൂടെ എത്ര വാക്കുകൾ പുറത്തേക്ക് വരാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് നാം സംസാരിക്കാറുണ്ട് സഹോദരങ്ങളെ. ആ സംസാരിച്ച വാക്കുകൾ മുഴുവനും നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വന്നാൽ എനിക്കും നിങ്ങൾക്കും ഈ നിസ്കാരം കൊണ്ട് എന്ത് പ്രയോജനം? ഈ സ്വതക്കാത്തുകൾ കൊണ്ട് എന്ത് പ്രയോജനം സഹോദരങ്ങളെ? പ്രയോജനമുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? ഇല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ സംസാരത്തെ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പരലോകം എനിക്കും നിങ്ങൾക്കും നഷ്ടമാകും സഹോദരങ്ങളെ.
പ്രവാചകൻ നാവിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ആ സമയത്ത് സ്വഹാബികൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ ഒരു അയൽവാസിയായൊരു സ്ത്രീയുണ്ട്, ആ പെണ്ണ് ഫുലാനത്ത് തസൂമുൻ നഹാർ, പകല് മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു, വതഖൂമുൽ ലൈല, രാത്രി മുഴുവനും എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ്, സുദീർഘമായ വിശുദ്ധ ഖുർആനിന്റെ സൂറാത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് റസൂലേ. ധാരാളം സ്വതക്ക കൊടുക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഫറലും സുന്നത്തുമായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് റസൂലേ. ഒരൊറ്റ പ്രശ്നേ ഉള്ളൂ. എന്താ പ്രോബ്ലം എന്നറിയോ? തൻ്റെ നാവ് കൊണ്ട് അയൽവാസികളെയും മറ്റു മനുഷ്യരെയും വേദനിപ്പിക്കാറുണ്ട്, പ്രയാസപ്പെടുത്താറുണ്ട്, കുറ്റവും കുറവും പറയാറുണ്ട്. സാരല്ല, നിസ്കാരം ഉണ്ടല്ലോ, നോമ്പുണ്ടല്ലോ, സ്വതക്ക കൊടുക്കുന്നുണ്ട് അല്ലേ, ഉണ്ട്, എന്നാ കുഴപ്പമില്ല എന്ന് റസൂലുള്ള പറഞ്ഞില്ല. എന്താ പറഞ്ഞ മറുപടി? ഹിയ ഫിന്നാർന്ന, നരകത്തിലാണെന്നാ പറഞ്ഞത്. നമ്മൾ അങ്ങനെയാണ് സഹോദരങ്ങളെ. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ സ്വതക്ക, നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ, നമ്മുടെ ദിക്ർ, ദുആ, സ്വലാത്തുകൾ, ഇതെല്ലാം നമ്മുടെ നാവ് കൊണ്ട് ഹിയ ഫിന്നാർ എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഹുവ ഫിന്നാർ, ഹും ഫിന്നാർ, അങ്ങനെ പറയേണ്ടി വരുമോ സഹോദരങ്ങളെ? ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും പരലോകം നഷ്ടാകും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, വകം തറാ മിൻ റജുലിൻ മുതവര്രിഅൻ അനിൽ ഫവാഹിശി വദ്ദുൽമി വലിസാനുഹു യഫ്രി ഫി അഅറാദിൽ അഹ്യാഇ വൽ അംവാത് വലാ യുബാലി മാ യഖൂലു വഇദാ അറദ്ത അൻ തഅരിഫ ദാലിക ഫൻദുർ ഫീമാ. എത്ര മനുഷ്യരാണ് ദുനിയാവിന് ചുറ്റുമുള്ള ദുന്യവയായ ജീവിതത്തിലുള്ള വൃത്തികേടുകളിൽ നിന്നും, ഫവാഹിഷുകളിൽ നിന്നും, മ്ലേച്ഛമായ തെറ്റുകുറ്റങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത്. പക്ഷേ എന്നാൽ അയാളുടെ നാവാകട്ടെ, അവന്റെ സംസാരമാകട്ടെ, ആ നാവിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകളാകട്ടെ, ജീവിച്ചിരിക്കുന്നവരുടെയും മരണപ്പെട്ടവരുടെയും അഭിമാനത്തെ പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ വേദനിക്കുന്നുണ്ടോ? നമ്മുടെ സംസാരം മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ സഹോദരങ്ങളെ? ആ രൂപത്തിൽ നമ്മുടെ നാവിനെ, നമ്മുടെ സംസാരത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പെരുമാറ്റങ്ങളെ നന്നാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാവിനെയും മനസ്സിനെയും വിശ്വാസത്തെയും ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.